ഹലോ, വെൽക്കം ടു റോംബസ്. അപ്പം നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ബയോളജി റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഹ്യൂമൻ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയിരുന്നത്. ഇന്ന് നമ്മൾ സെൽ ബയോളജി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെൽ ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരുപാട് കമൻസും എൻക്വയറീസും വരുന്നുണ്ട്. അതായത് ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ വല്ലോ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിയുടെ എക്സാം മാറാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും ഇല്ല. കേസ് ഓൺഗോയിങ് ആണെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഈ ഓരോ ഫേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഈ ഡേറ്റ് ചേഞ്ച് ആവും, നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ November 17 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം നമുക്ക് സമയം കുറവാണ്. ഇനിയിപ്പോൾ അതിനൊരു തീരുമാനമായിട്ട് നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ പെട്ടെന്നായിരിക്കും അവർ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിച്ച് എങ്ങും എത്തിയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് കൊടുക്കുക. അപ്പം നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും വേസ്റ്റ് ആയി പോകില്ല. നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നമ്മുടെ അറിവ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്താണ് നമ്മളുടെ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ റിവിഷൻ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെൽ ബയോളജിയിലെ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്കൗട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മളുടെ പഠിക്കുന്നതിന് മുന്നേ എല്ലാവരും എന്ത് ചെയ്യുക, ബുക്ക്, അതായത് ഒരു ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെക്കുക, ഒരു പേന എടുത്ത് വെക്കുക. കറക്റ്റായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്തേക്കോ. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ ആൻസർ എഴുതി നോക്കുക. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, നമുക്ക് കറക്റ്റ് ആക്കാമല്ലോ, നമ്മൾ അതാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതൊന്ന് മെയിൻലി ഫോക്കസ് ചെയ്യുക, എല്ലാം എടുത്ത് വെക്കുക, പ്രിപ്പയർ ആവുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടുന്നെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവസാനം. അപ്പോൾ എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്? ഇത് നമ്മളെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ചില സമയത്ത് എന്ത് പറ്റാറുണ്ട്, നമുക്ക് തെറ്റ് പറ്റാറുണ്ട് അല്ലേ. അപ്പോൾ മോളിക്യൂൾ ആണോ, ഓർഗനൽ ആണോ, സെല്ലാണോ, ടിഷ്യൂ ആണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, മോളിക്യൂൾ എന്താണ്, നമ്മളുടെ രണ്ട് ആറ്റംസ് അല്ലെങ്കിൽ രണ്ടോ രണ്ടിലധികമോ ആറ്റംസ് ഒരു കെമിക്കൽ ബോണ്ട് വഴി ചേരുന്നതാണ് എന്ത്, മോളിക്യൂൾസ്. അപ്പോൾ മോളിക്യൂൾസ് അല്ലല്ലോ, അല്ല. ഓർഗനൽസ് എന്താണ്, നമ്മളുടെ സെൽസിലുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണ്. എന്തിനാണ്, ഓരോ സെൽസിൽ ഓരോ ഫങ്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സിനെയാണ് സെൽ ഓർഗനൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം എന്താണ്, ഓർഗൻസ് അല്ല. അപ്പം പിന്നെ വരുന്ന ഓപ്ഷൻസ് ഏതാണ്, സെല്ല് വരുന്നുണ്ട്, ടിഷ്യൂ വരുന്നുണ്ട് അല്ലേ. അപ്പം ടിഷ്യൂ എന്താണെന്ന് നമുക്കറിയാം, ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് എന്ത് വിളിക്കുന്നത്, ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതും അല്ല. അപ്പം എന്താണ്, നമ്മൾക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ഓരോ ഓർഗാൻസും, ലിവിങ് ഓർഗാനിസത്തിന് ജീവൻ നിലനിർത്താൻ ബേസിക് ആയിട്ട് വേണ്ടുന്ന ഏതാണ്, നമ്മളുടെ സെല്ലാണ്. സെൽ എന്താണ്, സ്മോളസ്റ്റ് ആൻഡ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്, സെല്ലാണ് കേട്ടോ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാലും തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനും കൂടി ആയതിനെ കൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം ആൻസർ കറക്റ്റ് ആണോ എന്ന്. ദ സെൽ ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ദാറ്റ് ക്യാൻ ക്യാരി ഔട്ട് ഓൾ ലൈഫ് പ്രോസസ്, ഹെൻസ് ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ. എന്താണ്, ലിവിങ് ഓർഗാനിസത്തിന് ഈ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആവാനുള്ള കാരണം എന്താണ്, നമ്മളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം, കോശങ്ങൾ വേണം, സെല്ല് വേണം അല്ലേ. അപ്പൊ അടുത്തത് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ ഫാസ്റ്റ് ആയിട്ട്. വിച്ച് ഓർഗനൽ ഈസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തോ ഒരു എനർജി അല്ലെങ്കിൽ എന്തോ ഒരു വലിയൊരു കാര്യമാണെന്ന് പവർ ഹൗസിൽ നിന്നുള്ള ആ കീ പോയിന്റിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഗോൾഗി അപ്പാരറ്റസിന് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്, പോസ്റ്റ് ഓഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്, അവിടെ കാര്യങ്ങളെല്ലാം, അതായത് ലിപ്പിഡ്സിനെയും പ്രോട്ടീൻസിനെയൊക്കെ റിസീവ് ചെയ്യുന്ന സ്ഥലമാണ്. അതിനെ കൊണ്ട് എന്താണ്, ഇതിനെ പോസ്റ്റ് ഓഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും പവർ ഹൗസ് അല്ല. അപ്പൊ ഗോൾഗി അപ്പാരറ്റസ് അല്ല. അടുത്ത് നമ്മളുടെ ലൈസോസോം വരുന്നുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയൻ വരുന്നുണ്ട്. ലൈസോസോം എന്തായിട്ടാണ്, വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് അല്ലെങ്കിൽ ഗാർബേജ് യൂണിറ്റ് എന്നൊക്കെയാണ്. അതായത് എല്ലാ വേസ്റ്റുകളും അടിഞ്ഞുകൂടുന്ന എവിടെയാണ്, നമ്മുടെ ലൈസോസോമിലാണ്. അതിനെ കൊണ്ട് എന്താണ്, ഇതിലെ ലൈസോസോമും ആൻസർ അല്ല, കാരണം പവർ ഹൗസ് അല്ലല്ലോ.
പിന്നെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ലെങ്കിൽ ER എന്നൊക്കെ അറിയപ്പെടും അല്ലെ. ഇതെന്തിനാണ്? നമ്മളുടെ ഡീടോക്സിഫൈഡ് ആയിട്ടുള്ള ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഡീടോക്സിഫൈ ചെയ്യാനും അതേപോലെ നമ്മുടെ കാൽഷ്യത്തിനെയൊക്കെ സ്റ്റോർ ചെയ്യാനും പിന്നെ പ്രോട്ടീൻ സിന്തസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലാണ്. അപ്പൊ ഇതും അല്ല പവർ ഹൗസ്, അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്ന ആരാണ്? നമ്മുടെ മൈറ്റോകോൺഡ്രിയ അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയ എന്നൊക്കെ അറിയാം. മൈറ്റോകോൺഡ്രിയയിലാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷൻ, എയറോബിക് റെസ്പിറേഷൻ നടന്നിട്ട് എന്തുണ്ടാവുന്നുണ്ട്? അവിടെ ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നുള്ള ATP ഫോം ചെയ്യുന്നുണ്ട്. ATP എന്തായിട്ടാണ്? അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ എനർജി സ്റ്റോറേജ് ഒക്കെ അല്ലെങ്കിൽ എനർജി സ്റ്റോറേജ് സെന്റർ അല്ലെങ്കിൽ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? മൈറ്റോകോൺഡ്രിയ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? മൈറ്റോകോൺഡ്രിയ ആണ്. നമുക്ക് നോക്കാമല്ലോ ആൻസർ കറക്റ്റ് ആണോ എന്ന്. കറക്റ്റ് ആണ്. മൈറ്റോകോൺഡ്രിയ പ്രൊഡ്യൂസ് ATP ഏത് വഴിയാണ്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴിയാണ്. അതിനെ കൊണ്ടാണ് എന്ത്? അതിനെ പവർ ഹൗസ്, അവിടെ ആ എനർജി ATPയുടെ ഫോമില് എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിന്റെ ഫോമില് സ്റ്റോർ ആവുന്നതിനെ കൊണ്ടാണ് അതിനെ പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലെങ്കിൽ എനർജി സെന്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ പ്രോകാരിയോട്ടിക് സെൽ? പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസ് നോക്കേ. റൈബോസോംസ് വരുന്നുണ്ട്, സെൽ മെമ്പറൈൻ വരുന്നുണ്ട്, ന്യൂക്ലിയസ് വരുന്നുണ്ട്, DNA വരുന്നുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പം നമുക്കൊരു കീ പോയിന്റ് കിട്ടി അല്ലേ? പ്രോകാരിയോട്ടിക് സെൽ. ഈ പ്രോകാരിയോട്ടിക് യൂകാരിയോട്ടിക് സെൽ എന്താണ്? യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ന്യൂക്ലിയസ് കാര്യങ്ങളൊക്കെ പ്രസന്റ് ആയിരിക്കും. ന്യൂക്ലിയസ് ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, എല്ലാ സെൽ ഓർഗനൽസും പ്രസന്റ് ആയിട്ടുള്ള സെൽസിനെയാണ് യൂകാരിയോട്ടിക് സെൽസ് അല്ലെങ്കിൽ ട്രൂ ന്യൂക്ലിയസ് പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് വിളിക്കുന്നത്? യൂകാരിയോട്ടിക് സെൽ എന്ന്. പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോഴത്തേന് ന്യൂക്ലിയസ് അവർക്ക് ആബ്സെന്റ് ആയിരിക്കും, ബാക്കിയെല്ലാം കാണും, DNA കാണും, ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ പ്രസന്റ് ആയിരിക്കും, ന്യൂക്ലിയസ് അവർക്ക് ആബ്സെന്റ് ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കേ. പ്രോകാരിയോട്ടിക് സെൽസിൽ ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ഫൗണ്ട് എന്ന് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് അവർക്ക് ഇല്ല. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ ഏതാണ് ആൻസർ? ഒബിയസ്ലി നമ്മുടെ ന്യൂക്ലിയസ് ആണ് ആൻസർ. കാരണം റൈബോസോമും സെൽ മെമ്പറൈനും DNA പ്രോകാരിയോട്ടിക് സെല്ലിൽ സാധാരണ നമ്മുടെ DNA എവിടെയാണ്? ന്യൂക്ലിയസിന്റെ അകത്താണല്ലോ വരുന്നത്. പക്ഷെ ഇവർക്ക് എന്താണ്? പ്രോകാരിയോട്ടിക് സെൽസിന് ന്യൂക്ലിയസ് ഇല്ല. അതിനെ കൊണ്ട് നമ്മുടെ DNA എവിടെ ആയിരിക്കും? സൈറ്റോപ്ലാസത്തിലായിരിക്കും കാണപ്പെടുന്നത് കേട്ടോ. സൈറ്റോപ്ലാസത്തിലായിരിക്കും ഫ്രീ ആയിട്ട് വിട്ടിരിക്കുമായിരിക്കും കേട്ടോ. സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് ലീവ് ചെയ്തിരിക്കുമായിരിക്കും DNA. ഏതിലാണ്? പ്രോകാരിയോട്ടിക് സെൽസിൽ കേട്ടോ. യൂകാരിയോട്ടിക് സെൽസിൽ ന്യൂക്ലിയസ് ഓൾറെഡി ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ പ്രോകാരിയോട്ടിക് സെൽസിൽ ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്, അവർക്ക് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. അതിനെ കൊണ്ട് എന്താണ്? അവരുടെ DNA എവിടെ ആയിരിക്കും? സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ. ഓർത്ത് വെച്ചിരിക്കാം. നമുക്ക് നോക്കാം ആൻസർ. കണ്ടോ, പ്രോകാരിയോട്ടിക്സ് ലാക്ക് എ ട്രൂ മെമ്പറൈൻ ബൗണ്ട് ന്യൂക്ലിയസ്. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രൂ ഒരു ന്യൂക്ലിയസ് അവർക്ക് ഇല്ല. അതിനെ കൊണ്ട് എന്താണ്? അവരുടെ DNA എന്താണ്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയോയിഡിൽ ഫ്രീ ആയിട്ട് ലീവ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. Which phase of the cell cycle does DNA replication? DNA replication എന്താണ്? DNA replication എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ ആ ക്വസ്റ്റ്യൻ ആൻസർ പറയാം. DNA replication എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡ്യൂപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മുടെ DNA-യുടെ കോപ്പി എടുക്കുന്നു, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മളൊരു ആധാർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ആ സെയിം ആധാർ തന്നെയല്ലേ അവർ ഫോട്ടോസ്റ്റാറ്റ്. അതേപോലെ തന്നെ എന്താണ്? നമ്മുടെ DNA-യുടെ സെയിം എക്സാക്ട് കോപ്പി എടുക്കുന്നതിനാണ് പറയുന്നത് എന്ത്? DNA replication. അതിൽ കുറച്ച് പ്രോസസ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. DNA-യുടെ ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ കോപ്പി എടുക്കുന്നതിനാണ് DNA replication എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് തന്നിട്ടുള്ള G0 തന്നിട്ടുണ്ട്, G1 ഫേസ് തന്നിട്ടുണ്ട്, S ഫേസ് തന്നിട്ടുണ്ട്, M ഫേസ് തന്നിട്ടുണ്ട്. ഓരോ ഫേസിൽ എന്താണ് നടക്കുന്നത്? G0 ഫേസ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ഫേസ് ആണ് കേട്ടോ. G0 ഫേസ് എന്ന് പറയുന്ന റെസ്റ്റിംഗ് ഫേസ് ആണ്. അവിടെ പ്രത്യേകിച്ച് മെറ്റബോളിക് പ്രോസസ്സ് നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ സെൽ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അതിനെ കൊണ്ട് അതിനെ റെസ്റ്റിംഗ് ഫേസ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്, G0. അതിനുശേഷം നമ്മുടെ G1 വരുമ്പോഴത്തേന് അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതായത് സെൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് G1 ഫേസിലാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേജ്.
അതിനുശേഷമാണ് നമ്മുടെ എസ് ഫേസ് വരുന്നത്. എസ് ഫേസിലാണ് എന്ത് നടക്കുന്നത്? DNA റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ DNA ഫോട്ടോ കോപ്പിങ് അല്ലെങ്കിൽ കോപ്പി ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ നടക്കുന്നത് എവിടെയാണ്? എസ് ഫേസ് ആണ്. ഇതിന് കഴിഞ്ഞിട്ട് ഒരു ഫേസും കൂടെ വരുന്നുണ്ട്, G2 ഫേസ് ആണ്. G2 ഫേസ് ആണ് ഫൈനൽ സ്റ്റേജ്, അതായത് സെൽ ഗ്രോത്ത് കാര്യങ്ങളുടെ ഫൈനൽ സ്റ്റേജ് നടക്കുന്നത് എവിടെയാണ്? G2 ഫേസിലാണ്. അതിനുശേഷമാണ് എന്ത്? എം ഫേസ്. ഇവിടെ ഒരു G2 ഫേസ് ഉണ്ട്, G2 ഫേസ്. അപ്പൊ G2 ഫേസ് കഴിഞ്ഞിട്ടാണ് എം ഫേസ് വരുന്നത്. എം ഫേസ് എന്താണ്? നമ്മുടെ മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയാം. അതായത് നമ്മുടെ പ്രൊഫേസും അനാഫേസും ടീലോഫേസും ഒക്കെ നടക്കത്തില്ലേ, ആ മെറ്റാഫേസ് ഒക്കെ നടക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇവിടെ എം ഫേസ്. അതേപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ഡിവിഷൻ ഒക്കെ നടക്കുന്നത് എവിടെയാണ്? എം ഫേസിലാണ്. മറന്നു പോരുത്, ന്യൂക്ലിയസും സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ ഒക്കെ നടക്കുന്നത് എവിടെയാണ്? എം ഫേസിലാണ്. ന്യൂക്ലിയസിന്റെയും സൈറ്റോപ്ലാസത്തിന്റെയും മറന്നു പോരുത്. അതേപോലെ മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, പ്രൊഫേസ് ഒക്കെ ആ സ്റ്റേജസ് ഒക്കെ നടക്കുന്ന എവിടെയാണ്? എം ഫേസിലാണ്. അപ്പൊ G0 എന്ന് പറയുന്ന റെസ്റ്റിംഗ് ആണ്, G1 എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൽ ഗ്രോത്ത് ഒക്കെ കാര്യങ്ങൾ നടക്കുന്ന. അത് കഴിഞ്ഞ് എസ് ഫേസ് വരുന്നുണ്ട്, അവിടെയാണ് എന്ത്? നമ്മുടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഇവിടെയാണ്. G2 ഫേസ് ഫൈനൽ സ്റ്റേജ് ആണ്, സെൽ ഗ്രോത്തിന്റെ ഫൈനൽ സ്റ്റേജ്. എം ഫേസിലാണ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത്, അവിടെയാണ് ന്യൂക്ലിയസും സൈറ്റോപ്ലാസും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ, മറന്നു പോരുത്. നമുക്ക് ആൻസർ നോക്കാം. കണ്ടോ, the S phase is when DNA replication happens in eukaryotic cell. eukaryotic cellല് DNA replication നടക്കുന്ന എവിടെയാണ്? S phaseലാണ് കേട്ടോ. Next question, which of the following organelles is involved in modifying, sorting and packaging proteins? അതായത് ഇതിൽ ഏത് സെൽ ഓർഗനൽസ് ആണ് മോഡിഫൈ ചെയ്യാനും പാക്ക് ചെയ്യാനും സോർട്ട് ചെയ്യാനും പ്രോട്ടീൻസിനെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേന് ലൈസോസം, ഗോൾഗി അപ്പാരറ്റസ്, നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം വരുന്നുണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ലൈസോസം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതെന്താണ്? വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതല്ലെന്ന് നമുക്ക് കൺഫേം ആയിട്ട് അറിയാം, ലൈസോസവും അല്ല. പിന്നെ അതിനുശേഷം 3 ഓപ്ഷൻ വരുന്നുണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, സ്മൂത്ത് എൻഡ്. നമ്മൾ നേരത്തെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കണ്ടല്ലേ, അതിന് 2 ടൈപ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത് അല്ലെ. അതെന്താന്ന് ആദ്യമേ അറിയണമല്ലോ. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത് അതിന്റെ ത്രെഡ് ലൈക്ക് ഇങ്ങനെ വരുന്ന ഒരു സ്ട്രക്ചർ ആണ്. അതിൻ്റെ അകത്തേക്ക് റൈബോസംസ് വന്ന് അറ്റാച്ച്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബീഡ്സ് കണക്ക് ഫോം ആവും ഇവിടെ കേട്ടോ. ബീഡ്സ് കണക്ക് ഇങ്ങനെ അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത്, അതായത് ഇതൊരു റഫ് സർഫസ് ആയിട്ട് മാറും. ബീഡ്സ് വന്ന് അതിൽ പറ്റിപ്പിടിക്കുകയാണല്ലോ, അതായത് റൈബോസംസ് വന്ന് അറ്റാച്ച്ഡ് ആവുകയാണല്ലോ. ആ സമയത്ത് ഇതിനെ എന്ത് വിളിക്കും? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിക്കും. അതേസമയം സ്മൂത്ത് ആയിട്ട് റൈബോസംസ് ഒന്നും അറ്റാച്ച് ചെയ്യാത്ത ആ ഒരു പ്ലേസ് ഇല്ലേ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന്. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ അറിയണമല്ലോ. രണ്ടിനും 2 ഫംഗ്ഷനാണ്. പ്രോട്ടീൻ സിന്തസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. അതേസമയം നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്തിനാണ്? നമ്മളുടെ ബോഡിയിൽ വരുന്ന ഓരോ ഹാർംഫുൾ സബ്സ്റ്റൻസിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ കാൽഷ്യത്തിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. അപ്പൊ ഇനി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ 2 കാറ്റഗറീസ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതിന്റെ ആ ഡിഫറൻസും കൂടെ മനസ്സിലാക്കുക. റൈബോസംസ് ഒന്ന് അറ്റാച്ച് ആവുന്നതാണ് റഫ്, അറ്റാച്ച് ആവാത്തതാണ് സ്മൂത്ത്. അവരുടെ 2 ഫംഗ്ഷൻസും മനസ്സിലാക്കി വെക്കുക. റഫിന്റെ പ്രോട്ടീൻ സിന്തസിസും സ്മൂത്തിന്റെ എന്താണ്? നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനും അതേപോലെ തന്നെ കാൽഷ്യത്തിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് ആണ് കേട്ടോ, മറന്നു പോരുത്. ഗോൾഗി അപ്പാരറ്റസ് ആണ് എന്ത്? നമ്മുടെ പ്രോട്ടീൻസിനെ മോഡിഫൈ ചെയ്യാനും സോർട്ട് ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ, അതായത് പോസ്റ്റ് ഓഫീസ് പോലെ ആക്ട് ചെയ്യുന്ന ആരാണ്? നമ്മളുടെ ഗോൾഗി അപ്പാരറ്റസ് ആണ്. പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഗി അപ്പാരറ്റസ് ആണ് കേട്ടോ, മറന്നു പോരുത്. നമുക്ക് ആൻസർ നോക്കാലോ. കണ്ടോ, ദ ഗോൾഗി റിസീവ്സ് പ്രോട്ടീൻസ് ഫ്രം റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്നാണ് എന്ത്? ഞാൻ പറഞ്ഞില്ലേ, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന എവിടെയാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലാണ്. ആ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്നാണ് ആര്? ഗോൾഗി അപ്പാരറ്റസ് ആ പ്രോട്ടീൻസിനെ റിസീവ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? ഗ്ലൈക്കോസിലേഷൻ എന്നാണ് കേട്ടോ പറയുന്നത്, മറന്നു പോരുത്. ഗ്ലൈക്കോസിലേഷൻ എന്നാണ് ആ പ്രോസസ്സിനെ പറയുന്നത്. സോർട്ട്സ് ആൻഡ് പാക്കേജ് ഫോർ ട്രാൻസ്പോർട്ട്. അവരെന്ത് ചെയ്യും? ഗോൾഗി അപ്പാരറ്റസ് കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? ഗോൾഗി അപ്പാരറ്റസ്. അതായത് പോസ്റ്റ് ഓഫീസ് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Which macromolecule forms the bilayer of biological membrane? അപ്പം ബൈലെയർ ഫോം ചെയ്യുന്നത് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആണോ, പ്രോട്ടീൻസ് ആണോ, ഫോസ്ഫോലിപ്പിഡ്സ് ആണോ, ന്യൂക്ലിക് ആസിഡ് ആണോ? അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ. കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? നമ്മുടെ ഷുഗറിന്റെ ഡെറിവേറ്റീവ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ചിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്സ്. നമ്മുടെ ബോഡിയുടെ എനർജിക്ക് യൂസ് ചെയ്യുന്നതാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ്. പ്രോട്ടീൻസ് എന്താണ്? എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് പ്രോട്ടീൻസ്. അപ്പൊ ഈ രണ്ട് ആൻസർ അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ വരുന്ന നമ്മുടെ ഫോസ്ഫോലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിലാണ് നമ്മുടെ RNA, DNA ഒക്കെ പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതും അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ നമുക്ക് വരുന്ന ആരാണ്? ഫോസ്ഫോലിപ്പിഡ്സ് ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ആരാണ്? ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഈ ഫോസ്ഫോലിപ്പിഡ്സിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാമേ. ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. അതേപോലെ തന്നെ ഈ ഫോസ്ഫോലിപ്പിഡ്സിന്റെ സ്ട്രക്ചർ പറയുമ്പോഴത്തേന് അവർക്കൊരു ഹെഡ് ഉണ്ട്, അതേപോലെ അവർക്ക് എന്തുണ്ട്? ടെയിൽ പോർഷൻ ഉണ്ട്. ഈ ഹെഡ് പോർഷൻ എന്താണ്? ഹൈഡ്രോഫിലിക് ആണ്. ഹെഡ് പോർഷൻ എന്താണ്? ഹൈഡ്രോഫിലിക് ആണ്. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ലവിങ്. അതായത് വാട്ടർ ഉള്ള പ്ലേസിലേക്കായിരിക്കും ഈ ഹെഡ് പോർഷൻ വരുന്നത്. വാട്ടർ ലവിങ് ആയതുകൊണ്ട് അത് ഹെഡ് പോർഷൻ വരുന്നത് വാട്ടർ ഉള്ള പ്ലേസിലേക്കായിരിക്കും. ഈ ഹെഡ് എന്തുകൊണ്ടാണ്? ഫോസ്ഫേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഫോസ്ഫേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫോസ്ഫേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ ഒരു ഹെഡും രണ്ട് ടെയിൽസും ആണ് വരുന്നത് കേട്ടോ. ഈ രണ്ട് ടെയിൽസ് ആണ്. ഈ രണ്ട് ടെയിൽസ് എന്താണ്? ഹൈഡ്രോഫോബിക് ആണ്. ഫോബിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിനെങ്കിലും പേടിയുള്ളതിനാണ് ഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടർ ഫിയറിംഗ് ആണ്. അപ്പൊ വാട്ടർ ഇല്ലാത്ത പൊസിഷനിൽ കാണുന്നതാണ് നമ്മുടെ ടെയിൽസ്. ഹെഡ് ആയിരിക്കും എപ്പോഴും വാട്ടർ ഉള്ള സൈഡിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ്? ഫാറ്റി ആസിഡ്സ് കൊണ്ടാണ് ടെയിൽസ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഫാറ്റി ആസിഡ്സ് കൊണ്ടാണ് നമ്മുടെ ടെയിൽസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോസ്ഫോലിപ്പിഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which process describe ingestion of large particles or other cells by a cell? ഒരു സെല്ല് മറ്റുള്ള ലാർജ് സെൽസിനെ അകത്തേക്ക് ഇൻടേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് ആരാണ് ഇതിൽ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. പിന്നക്കോസൈറ്റോസിസ് ആണോ, ഫാഗോസൈറ്റോസിസ് ആണോ, എക്സോസൈറ്റോസിസ് ആണോ, ഓസ്മോസിസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓസ്മോസിസ് എന്താണ്? നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ ഓസ്മോസിസ്. അതായത് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷനിലേക്ക് വാട്ടർ മോളിക്യൂൾസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി മൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണോ ആ പ്രോസസ്സ്? അല്ല. ഇൻജക്ഷൻ അല്ല അല്ലേ. ലാർജ് പാർട്ടിക്കിൾസിനെ ഇൻജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ല ഓസ്മോസിസ്. ഓസ്മോസിസിന്റെ പ്രോസസ്സ് അല്ല എന്ന് ഉറപ്പിക്കുമ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എക്സോസൈറ്റോസിസ് എന്താണ്? എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഇൻജക്ഷൻ അല്ല. അതിന് പകരം എന്താണ്? ലാർജ് മോളിക്യൂൾസിനെ മൂവ് ചെയ്യത്തില്ലേ, മൂവ്മെന്റ് ഓഫ് ലാർജ് മോളിക്യൂൾസിനെയാണ് എന്ത് പറയുന്നത്? എക്സോസൈറ്റോസിസ്. ലാർജ് മോളിക്യൂൾസിനെ മൂവ് ചെയ്യുന്നതാണ് എക്സോസൈറ്റോസിസ്. സോ അതുമല്ല ആൻസർ. പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻ പിന്നക്കോസൈറ്റോസിസും അതേപോലെ തന്നെ ഫാഗോസൈറ്റോസിസും ആണ്. പിന്നക്കോസൈറ്റോസിസ് എന്താണ്? നമ്മുടെ അപ്ടേക്ക് ഓഫ് ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡിനെ ഇൻടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ടേക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പിന്നക്കോസൈറ്റോസിസ്. പിന്നെ അപ്പൊ അതും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഫാഗോസൈറ്റോസിസ് ആണ് ബാലൻസ് വരുന്നത്. അതാണ് നമ്മുടെ ആൻസർ. അതായത് നമ്മൾ ഇൻജക്ഷൻ ഓഫ് ഒരു സെല്ലിനെ, ഒരു ലാർജ് പാർട്ടിക്കിൾ ആയിട്ടുള്ള സെല്ലിനെ ആ സെല്ല് തന്നെ വിഴുങ്ങുന്ന അല്ലെങ്കിൽ ഇൻജസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. കണ്ടോ, ഫാഗോസൈറ്റോസിസ് എന്താണ്? സെൽ ഈറ്റിംഗ് ആണ്. സെൽ ഈറ്റിംഗ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്ടേക്ക് ഓഫ് ലാർജ് പാർട്ടിക്കിൾസ് ഓഫ് സെൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നക്കോസൈറ്റോസിന്റെ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂയിഡ് അപ്ടേക്കിനെയാണ് പിന്നക്കോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കൂടി തിരിഞ്ഞു പോരുത്. ഫാഗോ ആണ് നമ്മുടെ ലാർജ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സെൽ ഈറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് cytoskeleton component is primarily responsible for muscle contraction and cell motility? മസിൽ കോൺട്രാക്ഷനും സെൽ മോട്ടിലിറ്റിക്കും ഹെൽപ്പ് ചെയ്യുന്നത് ഇവയിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർ ആരാണെന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പൊ മൈക്രോ ട്യൂബ്യൂൾസ് വരുന്നുണ്ട്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് വരുന്നുണ്ട്, അതേപോലെ മൈക്രോ ഫിലമെന്റ്സ് വരുന്നുണ്ട്, സെൻട്രിയോൾസ് വരുന്നുണ്ട്. നമ്മുടെ മൈക്രോ ട്യൂബ്യൂൾസ് എന്താണ്?
മൈക്രോ ട്യൂബ്യൂൾസിനെ ഓർഗനൈസ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നമ്മുടെ സെൻട്രിയോൾസിനുള്ള. അപ്പൊ ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ സെൻട്രിയോൾസിന്റെ ഡ്യൂട്ടി എന്താണ്? മൈക്രോ ട്യൂബ്യൂൾസിനെ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് ആരുടെ ഡ്യൂട്ടി? നമ്മുടെ സെൻട്രിയോൾസിന്റെ ഡ്യൂട്ടി. അപ്പൊ ഈ മൈക്രോ ട്യൂബ്യൂൾസ് എന്തിനായിരിക്കും? നമ്മുടെ ഷേപ്പും സ്ട്രക്ചറും ഒക്കെ സെല്ലിന്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആര്? മൈക്രോ ട്യൂബ്യൂൾസ്. ഷേപ്പും സ്ട്രക്ചറും ആണ്. ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഒപ്പം എന്തിനായിരിക്കും? ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് എപ്പോഴും അവരുടെ മസ്കുലാർ സ്ട്രെങ്ത് ഓക്കെ ആക്കി വെക്കാനുള്ളതാണ് എന്ത്? ഇന്റർമീഡിയറ്റ്. മസ്കുലാർ സ്ട്രെങ്ത് ഓക്കെ ആക്കി വെക്കാനാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എങ്ങോട്ടേക്ക് തന്നെ പോവും? നമ്മുടെ മൈക്രോ ഫിലമെന്റ്സ് ആണ് എന്ത്? നമ്മളുടെ ആക്റ്റിൻ എന്ന് പറയുന്ന മൈക്രോ ഫിലമെന്റ്സ് ആണ് എന്തിനൊക്കെ സഹായിക്കുന്നത്? മസിൽ കോൺട്രാക്ഷനും സെല്ലിന്റെ മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ആണ്. മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ മൈക്രോ ഫിലമെന്റ്സ് ആണ്. മൈക്രോ ട്യൂബ്യൂൾസ് എന്തിനാണ്? സെല്ലിന്റെ ഷേപ്പും സ്ട്രക്ചറും മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മൈക്രോ ട്യൂബ്യൂൾസ്. ഇതിനെ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ആരാണ്? സെൻട്രിയോൾസ് ആണ്. ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ആണെങ്കിൽ എന്തിനാണ്? സെല്ലിന്റെ മസ്കുലാർ സ്ട്രെങ്ത് കറക്റ്റ് ആക്കി വെക്കാനാണ് ആര് സഹായിക്കുന്നത്? ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് സഹായിക്കുന്നത്. അപ്പൊ ഇതൊന്നും അല്ല ആൻസർ എന്ന് നമുക്ക് കൺഫേം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതുമല്ല കറക്റ്റ്. മൈക്രോ ഫിലമെന്റ്സ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നോക്കിക്കേ, ആക്റ്റിൻ മൈക്രോ ഫിലമെന്റ്സ് ഇന്ററാക്ട് വിത്ത് മയോസിനുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കും? കോൺട്രാക്ഷൻ ഉണ്ടാക്കും. മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മോട്ടിലിറ്റിക്കും ഷേപ്പിനും ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ മൈക്രോ ഫിലമെന്റ്സ് തന്നെയാണ് കേട്ടോ. ഷേപ്പിന്റെ സ്ട്രക്ചർ മൈക്രോ ട്യൂബ്യൂൾസും ചെയ്യുന്നുണ്ട് കേട്ടോ. ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഇവര് മോട്ടിലിറ്റിയും ഷേപ്പും ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടി ഓർത്ത് വെക്കാം. മസിൽ കോൺട്രാക്ഷനും ആരാണ്? മൈക്രോ ഫിലമെന്റ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സ്ട്രക്ചർ ഇൻ പ്ലാന്റ് സെൽ പ്രൊവൈഡ്സ് റിജിഡ് സപ്പോർട്ട് ആൻഡ് ഹെൽപ്സ് മെയിൻറ്റെയിൻ സെൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്ലാസ്മ മെംബ്രെയിൻ വരുന്നുണ്ട് ഓപ്ഷനിൽ. പിന്നെ സെൽ വോള്, വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് ആദ്യമേ ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ക്ലോറോപ്ലാസ്റ്റ്. ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലോറോപ്ലാസ്റ്റിന് നടക്കുന്നത്. അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. വാക്യൂൾ എന്തിനാണ്? അതായത് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെയാണ് എന്ത്? വാക്യൂൾ. അപ്പൊ അതും അല്ല എന്ന് ഉറപ്പിക്കാം. പിന്നെ പ്ലാസ്മ മെംബ്രെയിനും സെൽ വാളും. അതായത് ഈ എക്സ്റ്റീരിയർ ഇന്റീരിയർ, ഇപ്പൊ ഒരു സെല്ലിന് എക്സ്റ്റീരിയർ പോർഷനും ഇന്റീരിയർ പോർഷനും ഉണ്ടല്ലോ, അതിനെ തമ്മിൽ വേർതിരിക്കുന്നതാണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ അതും അല്ല. അത് വേർതിരിക്കുന്ന ഒരു മെംബ്രെയിൻ മാത്രമാണ്. അപ്പൊ ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാണ്? സെൽവാളാണ് കറക്റ്റ് ആയിട്ട്. സെൽവാളാണ് എന്ത് കൊടുക്കുന്നത്? ആ സെല്ലിന് ഒരു ഷേപ്പും സ്ട്രക്ചറും ഒക്കെ ഫോം ചെയ്യുന്നത് ആ സെൽവാണ്. അതായത് കോശഭിത്തി എന്നൊക്കെ അറിയപ്പെടുന്ന സെൽവാളാണ് എന്ത്? റിജിഡും സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നത് സെൽസിന് കേട്ടോ. മറന്നു പോകരുത്. കണ്ടോ, ഇൻ പ്ലാന്റ്സ് സെൽ വാൾ മെയിൻലി സെല്ലുലോസ് കൊണ്ടാണ് സെൽ വാൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പ്ലാന്റ്സിൽ. അപ്പൊ അത് മറന്നു പോകുന്നത്. ഗീവ്സ് റിജിഡിറ്റി ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? സെൽ വാൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ലൈസോസോംസ് ഇൻ സെൽ? ലൈസോസം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽസിന്റെ സ്റ്റോറേജിനെയാണ് ലൈസോസോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? ലൈസോസോമിനെയാണെന്ന് നമ്മൾ ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് നോക്കേ, പ്രോട്ടീൻ സിന്തസിസ് ആരാ ചെയ്യാറുള്ളത്? നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആണ്. അപ്പൊ ഇതല്ല എന്ന് ഉറപ്പിക്കാം. പിന്നെ എനർജി ജനറേഷൻ, അതായത് ATP ജനറേഷൻ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, പവർ ഹൗസ് ഓഫ് ദ സെൽ, മൈറ്റോകോൺട്രിയ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതും അല്ല ആൻസർ. പിന്നെ 2 ഓപ്ഷൻ ആണ്, ലിപ്പിഡ് സിന്തസൈസും ഡൈജഷൻ ഓഫ് സെല്ലുലാർ വേസ്റ്റ് ആൻഡ് ഫോറിൻ മെറ്റീരിയൽ. അപ്പൊ ലിപ്പിഡ് സിന്തസൈസ് ആരാ ചെയ്യുന്നത്? നമ്മളുടെ ഗോൾഗി അപ്പാരറ്റസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതും അല്ല ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഡൈജഷൻ ഓഫ് സെല്ലുലാർ വേസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആരാണ്? ലൈസോസോം തന്നെയാണ്. അതിനെ കൊണ്ട് നമുക്ക് ഈ ആൻസർ കൺഫേം ചെയ്യാൻ പറ്റും. ഡൈജഷൻ ഓഫ് സെല്ലുലാർ വേസ്റ്റും ഫോറിൻ മെറ്റീരിയലും ഒക്കെ എവിടെ വന്നാണ് അടിഞ്ഞുകൂടുന്നത്? അല്ലെങ്കിൽ ഗാർബേജ് സിസ്റ്റം, വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? നമ്മുടെ ലൈസോസോമിനെയാണ്. അതുകൊണ്ട് C ആണ് ആൻസർ. നമുക്ക് നോക്കാം.
കണ്ടോ, ലൈസോസോം കണ്ടെയ്ൻ ഹൈഡ്രോലൈറ്റിക് എൻസൈം. അതിൻ്റെ അകത്ത് എൻസൈംസ് പ്രസന്റ് ആണ് ഈ ലൈസോസോംസിൻ്റെ അകത്ത്. അതെന്ത് ചെയ്യും, നമുക്ക് വേണ്ടാത്തുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സെല്ലുലാർ കമ്പോണൻസിനെയും സെല്ലിലുള്ള കമ്പോണൻസിനെയും ഓർഗനൽസിനെയും ഫോറിനായിട്ട് പുറത്തുനിന്ന് വരുന്ന ഫോറിൻ സബ്സ്റ്റൻസിനെയൊക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇത് ലൈസോസോം. കേട്ടോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ് ഓഫ് ദീസ് ഓർഗനൽസ്? ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് ഓർഗനൽ എന്നാണ് ചോദിക്കുന്നത്. റൈബോസോം ആണോ, മൈറ്റോകോൺട്രിയ ആണോ, ന്യൂക്ലിയസ് ആണോ, ഗോൾഗി അപ്പാരറ്റസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ റൈബോസോം ആണ് കേട്ടോ. റൈബോസോം ആണ് ഇതിന്റെ ഏറ്റവും ചെറുതായിട്ടുള്ള. ഇതിൽ ഏറ്റവും ചെറുത് ആരാണ്? നമ്മൾ സെൽ ഓർഗനൽസ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ചെറുത് റൈബോസോം ആണ്. അതായത് 20 അല്ലെങ്കിൽ 15 എന്ന് എടുക്കാം. 15 എന്ന് എടുക്കാം, 20 എന്ന് എടുത്താലും കുറ്റമില്ല. 15 to 30 നാനോമീറ്ററിലാണ് എന്തുള്ളത്, നമ്മളുടെ റൈബോസോമിന്റെ സൈസ് ഉള്ളത് കേട്ടോ. റൈബോസോം 15 to 30 അല്ലെങ്കിൽ 20 to 30 ആ ഒരു റേഞ്ച് ഓഫ് സൈസിലാണ് റൈബോസോംസ് കാണാറുള്ളത് കേട്ടോ. അതേപോലെ തന്നെ 20 to 80 ആയിരിക്കും നമ്മളുടെ ഗോൾഗി അപ്പാരറ്റസ് കേട്ടോ. 20 to 80 ആ ഒരു റേഞ്ചിലാണ് ഗോൾഗി അപ്പാരറ്റസിന്റെ സൈസ് വരുന്നത്. നമ്മളുടെ ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ 5000 നാനോമീറ്റർ ഒക്കെ വരും കേട്ടോ. 5000 to 10,000 ഒക്കെ വരാറുണ്ട്. മൈറ്റോകോൺട്രിയ ഒക്കെ ആണെങ്കിൽ 200-500 റേഞ്ചിൽ വരും കേട്ടോ. 200-500 റേഞ്ചിൽ വരും. അപ്പൊ ഈ ഒരു റേഞ്ചിലാണ് വരാറുള്ളത്. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് ആരാണ്? നമ്മളുടെ റൈബോസം 20 to 30 നാനോമീറ്ററിന്റെ അകത്ത് വരും, അല്ലെങ്കിൽ 15 to 30 നാനോമീറ്ററിന്റെ അകത്താണ് അതിന്റെ ഒരു സൈസ് വേരിയേഷൻ വരുന്നത്. അപ്പൊ ആ ഒരു ഇത് നോക്കുമ്പോഴത്തേന് എന്താണ്, റൈബോസോംസ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഓർഗനൽ കേട്ടോ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, 15 അല്ലെങ്കിൽ 20 to 30 നാനോമീറ്റർ ആണ്. റൈബോസോംസ് ആണ് ആൻസർ. Which of these statements about the nucleus is correct? ന്യൂക്ലിയസ്, ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ന്യൂക്ലിയസിനെ പറ്റി ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നോക്കേ, ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എ സിംഗിൾ മെമ്പറൈൻ ഓൺലി. ഒരു മെമ്പറൈൻ മാത്രമേ നമ്മളുടെ എന്തിനുള്ളൂ, ന്യൂക്ലിയസിനുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂക്ലിയോലസ് വേർ റൈബോസോമൽ RNA ഈസ് മെയ്ഡ് എന്ന് പറയാം. അതായത് റൈബോസോമൽ RNA വെച്ചാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ബോത്ത് പ്രോകാരിയോട്ട്സ് ആൻഡ് യൂകാരിയോട്ട്സ്, രണ്ടിലും കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. DNA ഈസ് ഫ്രീ ഇൻ സൈറ്റോപ്ലാസം ഇൻ ദ ന്യൂക്ലിയസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എ സിംഗിൾ മെമ്പറൈൻ ഉള്ളി. സിംഗിൾ മെമ്പറൈൻ ആണോ ന്യൂക്ലിയസ് കവർ ചെയ്തിരിക്കുന്നത്? അല്ല, ഡബിൾ മെമ്പറൈൻ വെച്ചിട്ടാണ് ന്യൂക്ലിയസിനെ കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡബിൾ മെമ്പറൈൻ ഉണ്ട്, അതുകൊണ്ട് ഇത് ആൻസർ എന്താണ്, തെറ്റാണ്. അതിനുശേഷം ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ബോത്ത് പ്രോകാരിയോട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പ്രോകാരിയോട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു. അതായത് പ്രോകാരിയോട്ടിക്സിലും യൂകാരിയോട്ടിക്സിലും ഡിഫറൻസ് എന്താണ്? പ്രോകാരിയോട്ടിക്സിൽ ന്യൂക്ലിയസ് പ്രസന്റ് അല്ല. അപ്പം രണ്ടിലും പ്രോകാരിയോട്ടിക്കിലും യൂകാരിയോട്ടിക്കിലും ഉണ്ടെന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പൊ ഈ ആൻസറും തെറ്റാണ്. പിന്നെ 2 ഓപ്ഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. റൈബോസോമൽ RNA വരുന്നുണ്ട്, അതേപോലെ എന്താണ്, DNA ഫ്രീ ആണ്. DNA എവിടെയാണ് ഫ്രീ? പ്രോകാരിയോട്ടിക് സെൽസിലാണ് DNA സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷനും എന്താണ്, തെറ്റാണ്. അപ്പൊ യൂകാരിയോട്ടിക് സെൽസിൽ എപ്പോഴും ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. ആ ന്യൂക്ലിയസിൽ എന്താണ് ഉള്ളത്? നമ്മുടെ ന്യൂക്ലിയോലസിൽ റൈബോസോമൽ RNA പ്രസന്റ് ആണ്. അതിനെ കൊണ്ട് ഇതാണ് എന്ത്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ മറന്നു പോരുത്, നമ്മളുടെ ഇത്രയും ഓപ്ഷൻ തന്നതിൽ സിംഗിൾ മെമ്പറൈൻ ആണോ ന്യൂക്ലിയസ്? അല്ല, ഡബിൾ മെമ്പറൈൻ ആണ്. പ്രോകാരിയോട്ടിക്സും യൂകാരിയോട്ടിക്സിനും ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല, ന്യൂക്ലിയസ് പ്രോകാരിയോട്ടിക്സിന് ആബ്സെന്റ് ആണ്. യൂകാരിയോട്ടിക്സിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്, ഈ പ്രോകാരിയോട്സിലാണ് ഈ ഒരു ഇത് വരുന്നത്. DNA എന്താണ്, സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് വിട്ടിരിക്കും. അപ്പൊ ഇതും ഈ ഓപ്ഷനും തെറ്റുവരാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? റൈബോസോമൽ RNA. ഇങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മെയിൻ ആയിട്ട് ഇത് കണ്ടോ, ആൻസർ കണ്ടില്ലേ? എന്താണ് ആൻസർ? നമ്മുടെ RNAയുടെ ആൻസർ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഡബിൾ ന്യൂക്ലിയസിന് എന്തുണ്ട്, ഡബിൾ മെമ്പറൈൻ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, പ്രോകാരിയോട്സിൽ ന്യൂക്ലിയസ് ഇല്ല. അത് ഓർത്ത് വെച്ചിരിക്കുക എപ്പോഴും. അപ്പൊ നമ്മൾ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് നമുക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസർ അറിഞ്ഞുകൂടാങ്കിൽ പോലും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും.
കാരണം ബാക്കിയുള്ളതല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കറക്റ്റ് റൈറ്റ് ആൻസറിലേക്ക് എത്താൻ പാടില്ലല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം ടൈമിൽ ഇൻ കേസ് ഒരു ആൻസർ അറിഞ്ഞുകൂടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താണ് ഈ എല്ലാ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ബേസിക് ഒരു ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ ഈ ബയോളജി സെക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, മെയിൻലി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തറവായിട്ട് എല്ലാ ഓർഗനൽസ് ആണെങ്കിലും എന്തൊരു ഓർഗൻസ് ആണെങ്കിലും എന്തൊരു കാര്യം പഠിക്കാൻ പറ്റുമോ അതിൻ്റെ ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ബയോളജി സെക്ഷനിൽ ഒരു മാർക്ക് പോലും പോകില്ല. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് പഠിക്കുക. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ്റെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമ്മൾക്ക് കറക്റ്റ് നമ്മൾക്ക് ആ ഒരു ഫുൾ നമ്മളുടെ കയ്യിൽ കോമ്പറ്റീഷൻ ഏതൊരു എക്സാം വന്നാലും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന രീതിയിലായിരിക്കും നമ്മളപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പഠിത്തം മാത്രം ഫോക്കസ് ചെയ്യുക. വേണ്ടാത്ത ന്യൂസ് കാര്യങ്ങളൊന്നും മൈൻഡിലേക്ക് കൊണ്ടുവരണ്ട. എക്സാം നടക്കുക എന്നുള്ള രീതിയിൽ തന്നെ പ്രാക്ടീസ് മുന്നോട്ട് പോവുക. നല്ല രീതിക്ക് പഠിക്കുക. എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.